ഒരുപക്ഷെ ഗോവിന്ദച്ചാമി പിടികൂടിയ ഉടനെയാണെങ്കിൽ അയാൾക്ക് ഒരുപക്ഷെ ഒരു കമ്പിയൊക്കെ മുറിച്ചാൽ മതി. ഇതിപ്പോൾ നല്ല മട്ടനും നല്ല ചിക്കനൊക്കെ അടിച്ച് തടിച്ച് കൊഴുത്ത് ഇരിക്കുകയാണല്ലോ. നമ്മൾ നേരത്തെ വന്ന ദൃശ്യങ്ങൾ. ഇപ്പോൾ ഇനി അയാൾ ജയിൽ ചാട്ടത്തിന് മുന്നോടിയായി ഡയറ്റ് ചെയ്ത് തടി കുറച്ചെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല തടിച്ചു കൊഴുത്തിരിക്കുകയാണ് അയാൾ. അപ്പോൾ അയാൾക്ക് കടക്കണമെങ്കിൽ അത്യാവശ്യം 1-2 കമ്പി മുറിക്കണം. അപ്പോൾ അത് നല്ല ശ്രമകരമായ പണിയാണ്. അപ്പോൾ ആ പണിയൊന്നും ആരും കണ്ടില്ല ദീപകല്ലേ? അല്ല ദീപക്, ഞാൻ ചോദിച്ചത് ഈ ഗോവിന്ദച്ചാമി പിടിയിലായ ഉടൻ അയാൾക്ക് രക്ഷപ്പെടണമെങ്കിൽ 1 കമ്പി മുറിച്ചാൽ മതിയായിരുന്നു. അത് കഴിഞ്ഞ് ജയിലിലെ മട്ടനും ചിക്കനും നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല തടിച്ചിരിക്കുകയാണല്ലോ അയാളിപ്പോൾ, സുന്ദരനായിരിക്കുകയാണല്ലോ ഗോവിന്ദച്ചാമി. അപ്പോൾ അയാൾക്ക് ഇപ്പോൾ വളരെ വേഗം 1 കമ്പി മുറിച്ച് പുറത്തടക്കാൻ കഴിയില്ല അയാളുടെ ശരീരഘടന വെച്ച്. അപ്പോൾ 1-2 കമ്പിയെങ്കിലും മുറിക്കണം. അപ്പോൾ ഈ 2 കമ്പി, 2 കാരിരുമ്പിൻ്റെ കമ്പി ഇയാൾ CCTV ഇയാൾ ആക്സോബ്ലേഡ് കൊണ്ടോ എന്തോ കൊണ്ടോ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ആരും കണ്ടില്ല എന്നാണോ ദീപക് മനസ്സിലാക്കണ്ടേ? ഹാഷ്മി, ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ മേധാവി ADGPയുടെ വാക്കുകളിൽ അതാണ് വ്യക്തമാകുന്നത്. കാരണം ഇത് ദിവസങ്ങളെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ബൈറ്റ് തന്നെയുണ്ട്, ദിവസങ്ങളെടുത്ത് കട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ അങ്ങനെ ഈ അതീവ സുരക്ഷാ മേഖലയിൽ ജയിലിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സെൻട്രി പോയിന്റിലുള്ളവർ, അവിടെ സർവൈലൻസ് ഉണ്ട്, അതായത് കൃത്യമായ പെട്രോളിംഗ് സർവൈലൻസ് അകത്ത് ജയിലിലുണ്ട്. ഇവരൊന്നും നോക്കിയില്ല എന്ന് വേണം പറയാൻ. മറ്റൊന്ന്, ആഷ്മി ചോദിച്ച ഡയറ്റിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ ഇന്ന് കമ്മീഷണർ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അയാൾ വളരെ ഫിറ്റായി ഒരു ജിമ്മനായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്ന ഗോവിന്ദച്ചാമിയെ കണ്ടത് ഒരു തടിച്ചു കൊഴുത്ത് ഒരു ചുവന്ന് തുടുത്ത ഗോവിന്ദച്ചാമിയാണ്. പക്ഷേ അയാൾ ജയിൽ ചാട്ടത്തിനായിരിക്കാം വളരെ ഫിറ്റായ ഒരു ജിമ്മിലെ ട്രെയിനറെ പോലെയുള്ള, അത് ദൃശ്യങ്ങളിലും നമുക്ക് CCTV ദൃശ്യത്തിലും കാണാം, വളരെ ഫിറ്റായി ഗോവിന്ദച്ചാമി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കൊലക്കുറ്റത്തിനൊക്കെ ശിക്ഷിച്ച് ജയിലിലേക്ക് പോകുന്നവർക്ക് ജയിലിൽ നൽകുന്ന ഭക്ഷണമൊക്കെ വലിയ 5 സ്റ്റാർ ഭക്ഷണമാണ് എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ആരോഗ്യമൊക്കെ ഇങ്ങനെ മെച്ചപ്പെടാൻ കാരണം. അത് തന്നെ നമ്മൾ പറയേണ്ടി വരും ആഷ്മി. അല്ലാതെ ഉറപ്പായി പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒരു ഭക്ഷണം തന്നെ വേണോ, അതോ ജയിൽ ഒരു സുഖവാസ കേന്ദ്രമാക്കി മാറ്റണോ? എല്ലാവർക്കും ഒരു ജയിൽ, ഇപ്പം ഞാൻ പറയുന്നത് ജയിലിലുള്ളവരൊന്നും മനുഷ്യന്മാരല്ല, അവരെ അങ്ങേറ്റം ഭീകരമായി മാറ്റണം എന്നൊന്നും പറയുന്നതല്ല. പക്ഷേ ഇത്തരത്തിൽ തീവണ്ടിയിൽ നിന്നൊരു പെൺകുട്ടിയെ തള്ളിയിട്ട് റെയിൽവേ ട്രാക്കിൽ ചോര ഒലിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്താനും മാത്രം കഠിനമായ ഹൃദയമുള്ള ഒരുത്തന് മട്ടൻ കൊടുക്കണോ ചിക്കൻ കൊടുക്കണോ എന്നൊക്കെയുള്ള ആലോചന, അതൊക്കെ വേറെ ആലോചന, നമ്മളിപ്പോൾ എന്തായാലും ഇപ്പോൾ പറയേണ്ട കാര്യമല്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ കാണുന്നത് CCTV ദൃശ്യം. നേരത്തെ കണ്ണൂരിൽ ഓട്ടോ ഡ്രൈവർമാർ കണ്ടുവെന്ന് പറയപ്പെടുന്ന ഈ ഗോവിന്ദച്ചാമിയുടെ വേറെ റാങ്കിലെ CCTV ദൃശ്യങ്ങളാണ്. അയാളുടെ മുഖം ഒന്ന് ഫ്രീസ് ചെയ്താൽ നമുക്ക് ഒന്ന് നോക്കാൻ കഴിയുമായിരിക്കും ഒന്ന് അയാൾ തന്നെയാണോ എന്നുള്ളത്. എന്തായാലും അതിൽ നിന്ന് ഒരു വെള്ള ഷർട്ടും കറുത്ത പാൻറ്റും അണിഞ്ഞ ഒരാൾ തലയിൽ ഒരു തുണിക്കെട്ട് പോലെ ഒന്നിലേക്ക് കൈ പൂഴ്ത്തി, ഇല്ലാത്ത കൈ മറച്ചു വെക്കാനാണെന്ന മട്ടിൽ കൈകൾ പൂഴ്ത്തി നടന്നു വരുന്ന ഒരു ദൃശ്യമാണ്. അയാൾക്ക് താടിയുണ്ട്, ഇത് അയാൾ തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് അയാൾ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പ്രേക്ഷകർ ഇപ്പോഴത്തെ വിൻഡോയിൽ കാണുന്ന ഈ കറുപ്പ് വിട്ട ഗോവിന്ദച്ചാമി, വളരെ കൂളായി നടന്നു വരുന്ന ഗോവിന്ദച്ചാമി അതേ ആറ്റിറ്റ്യൂഡിൽ, അതേ മനോഭാവത്തിൽ തന്നെയാണ് റോഡ് സൈഡിൽ കൂടെ, നട്ട റോഡിൽ കൂടെ ഒരു കുഴപ്പമില്ലാതെ അയാളാണെങ്കിൽ, ഗോവിന്ദച്ചാമി ആണെങ്കിൽ അയാൾ മുഖമൊന്നും മറയ്ക്കാതെ, ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അയാൾ ജയിൽ ചാടി വരുന്ന ആളാണ് എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ വളരെ കൂളായി അയാൾ റോഡിൽ കൂടി നടന്നു വരുന്നു. ഈ രണ്ട് CCTV ദൃശ്യങ്ങളുടെയും അയാളുടെ ആറ്റിറ്റ്യൂഡ് പരിശോധിച്ചാൽ രണ്ടും ഒരാൾ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്ന രീതിയിൽ സമാനതകൾ, ശരീരഘടനയിലടക്കം, മുഖസാദൃശ്യമടക്കം, അയാളുടെ നടത്തത്തിൻ്റെ രീതി അടക്കം സമാനതകൾ അതിലുണ്ട് എന്ന കാര്യം കാര്യത്തിൽ ഉറപ്പാണ്. പിടിയിലായത് തെറ്റായ വിവരമാണെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നത്. നേരത്തെ തളാപ്പിലെ ഒരു വീട്ടിൽ നിന്ന് ഇയാൾ പിടിയിലായി എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തേക്ക് വന്നിരുന്നു. ഇനി നമുക്കറിയില്ല ഏതെങ്കിലും തരത്തിൽ ആ വാർത്ത ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമായത് കാരണം അങ്ങനെ സ്ഥിരീകരിക്കാതിരിക്കുന്നതാണോ, ആ വാർത്ത ഇനി വേറെ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലോ ഒക്കെ പൂർത്തിയാക്കേണ്ടതുണ്ടാകുമല്ലോ. ഇനി അയാൾ രക്ഷപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മട്ടിൽ ഈ അതീവ സുരക്ഷാ ജയിലിൻ്റെ കാരിരുമ്പ് കരുത്തുള്ള ഈ കണ്ണികൾ മുറിച്ച് രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഉറപ്പായും സഹായമില്ലാതെ ഒരു കൈ മാത്രമുള്ള ഒരാളെ, ഒറ്റ കൈ എന്ന് പറയാത്ത കാരണം അത് ഏതെങ്കിലും തരത്തിൽ ഷേമിങ് ആവണ്ടെന്ന് ചോദിച്ചിട്ടാണ്. ഒരു കൈ മാത്രമുള്ള ഒരാൾക്ക് 2 കൈ അല്ലെങ്കിൽ 4 കൈ ഉണ്ടെങ്കിൽ ഇപ്പോൾ നടത്താൻ കഴിയാത്ത ഒരു കൃത്യം ഒരു കൈയുള്ള ഒരാൾ ചെയ്തു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം അവിശ്വസനീയമാണ്, ആരുടെങ്കിലും ഹെൽപ്പില്ലാതെ. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി വരുന്നതും 5-6 പൊക്കത്തിലുള്ള ഫെൻസിങ്ങിന് മുകളിലൂടെ ഈ പറയുന്ന തുണി കൂട്ടിക്കെട്ടി ഇറങ്ങി എന്നൊക്കെ പറയുന്നത് ആരുടെങ്കിലും സഹായമില്ലാതെ ചെയ്തു എന്നാണ് നമ്മൾ കരുതേണ്ടത്.